എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്ന് അലീനേനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അലീന നിനക്ക് എങ്ങോട്ടോ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം നമുക്ക് ഇന്ന് തന്നെ പോകാമെന്ന് പറയും. അത് അച്ഛൻ നാളെ പോകാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ, അത് നാളെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, ക്ലയൻറ്റ് ഇവിടെ കാണാൻ വന്നതുകൊണ്ട് അത് പെട്ടെന്ന് കഴിഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ പോവാം. ഇനിയിപ്പോൾ നാളെ പെട്ടെന്ന് വേറൊരു മീറ്റിംഗ് വന്നാലോ, നാളത്തേക്ക് മാറ്റി വെക്കേണ്ടതെന്ന് അറിയാം കേട്ടോ. അപ്പോൾ അലീനയോട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പം അച്ഛനും ബുദ്ധിമുട്ടാവില്ലല്ലോ എന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീ പോയിട്ട് റെഡി ആയിട്ട് വാന്ന് പറയും. അങ്ങനെ അലീന റെഡി ആയിട്ട് വന്ന് അവർ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അലീന ഡോറൊക്കെ അടച്ചിട്ട് കാറിൽ വന്നിട്ട് കയറുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പലീന അച്ഛാ സീറ്റ് ബെൽറ്റ് എന്ന് പറയും. ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് ഇടുകയാണ്. അപ്പോൾ ആദ്യം എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കുമ്പോൾ തുണിക്കടയിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നമ്മുടെ കടയിലേക്ക് തന്നെ പോകാമെന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറയട്ടെ. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ അനിയത്തിമാർക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതെൻ്റെ പൈസ കൊണ്ട് തന്നെ വാങ്ങിച്ചു കൊടുക്കണം, അതിൽ മറ്റാരുടെയും ഇതുണ്ടാവാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ കടയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അലീന അങ്ങ് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പൈസ വാങ്ങിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അലീനയ്ക്ക് അതിനോട് വലിയ താല്പര്യമില്ലേ. അപ്പോൾ എന്നാൽ വേണ്ട, വേറെ ഏതെങ്കിലും കടയിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അലീനയ്ക്ക് അറിയില്ല. അച്ഛന് വേറെ ഏതാ കട നല്ലതുള്ളതെന്ന് അറിയാമായിരിക്കുമല്ലോ, അച്ഛൻ കൊണ്ടുപോകണം എന്ന് പറയും. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ എവിടെയോ എന്തോ സാധനം വാങ്ങിക്കാനായിട്ട് ബാലചന്ദ്രൻ ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റാൻഡിൽ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ കോട്ടയത്തേക്കാണ് പോകുന്നത്, കോട്ടയത്തുള്ള കല്യാൺ സിൽക്കിലേക്കാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ തന്നെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവിടെ എത്താമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കല്യാൺ സിൽക്ക് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബാലേന്ദ്രൻ സ്റ്റാൻഡിലേക്ക്. പിന്നീട് അവർ കല്യാൺ സിൽക്സിലെത്തുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ അവിടെ എത്തും. പിന്നീട് അലീനയ്ക്ക് ചുരിദാറും അതുപോലെ തന്നെ ടോപ്സൊക്കെയാണ് നോക്കേണ്ടിയിരുന്നത്. അവർ മുകളിലെ ഫ്ലോറിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെയിൽസ് ഗേളാണെങ്കിലും എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് അവർ ആ സെക്ഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ സ്റ്റാൻലിയും പിന്നീട് അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അലീന ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ബാലേന്ദ്രൻ വീണ്ടും വിളിക്കുന്നുണ്ടായിരുന്നു സ്റ്റാൻലിനെ. അപ്പോൾ സ്റ്റാൻലി അപ്പോഴേക്കും താഴെ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് വരാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വീട്ടിൽ വെച്ച് കണ്ടതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ എന്താ ചെയ്യുകയെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു സൺഗ്ലാസ് വെച്ചോളാന്ന്, എന്നാലും ചിലപ്പോൾ തിരിച്ചറിയും, അത് അപ്പോഴത്തെ മനോധർമ്മം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നാണ് കേട്ടോ പറയുന്നത്. ബാലേന്ദ്രനാണെങ്കിലും പിന്നീട് സ്റ്റാൻലി മുകളിലേക്ക് അവർ നിൽക്കുന്ന ആ സെക്ഷനിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ബാലേന്ദ്രൻ അവിടെ ഇങ്ങനെ സോഫയിലിരുന്ന് പത്രം വായിക്കുകയോ എന്തോ ചെയ്യാണ് കേട്ടോ. ബാലേന്ദ്രനെ കാണുന്നുണ്ടായിരുന്നു സ്റ്റാൻലി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പിന്നെ സ്റ്റാൻലിനെ വിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ വന്നത് ഞാൻ കണ്ടു എന്ന് പറയും. സ്റ്റാൻലിയും തിരിച്ച് പറയുന്നുണ്ട്, ഞാനും കണ്ടു എന്ന് പറയും. അപ്പോൾ അലീന ആ ടോപ്പിൻ്റെയും ചുരിദാറിൻ്റെയും സെക്ഷനിലുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ അറിയാത്ത പോലെ നിന്നാൽ മതി, ഇനിയിപ്പോൾ അഥവാ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഇവിടെ അങ്ങനെയൊക്കെ അങ്ങ് ചോദിച്ച് അപ്പോഴത്തേതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ സ്റ്റാൻലിനോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാൻലിയും അലീന നിൽക്കുന്ന ആ സെക്ഷനിലേക്ക് ചെല്ലുകയാണ്. അലീന അവിടെ എല്ലാം ഡ്രസ്സും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും ഒക്കെ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടെ തന്നെ ഒരു സെയിൽസ് ഗേളും ഉണ്ടായിരുന്നു അലീനയുടെ കൂടെ. അങ്ങനെ അവരതെല്ലാം എടുക്കുന്നത് നോക്കി സ്റ്റാൻലി ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴേക്കും സ്റ്റാൻലി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ വേറൊരു സെയിൽസ് ഗേൾ വന്ന് ചോദിക്കുന്നുണ്ട്, സാറിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ, അതുപോലെ തന്നെ സൈസും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെയാണ് സൈസ് ഉള്ളത്, എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് പറയുമ്പോൾ എല്ലാ സൈസും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആർക്കാണ്, സാറിൻ്റെ വൈഫിനാണോ മോൾക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്കാണെന്ന് പറയും. മീഡിയം മതി എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴേക്കും അലീന അവിടെ എല്ലാം എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ടോപ്പ് എടുത്തിട്ട് സ്റ്റാൻലി മുഖം മറയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ സെയിൽസ് ഗേൾ വന്ന് ചോദിക്കുന്നുണ്ട്, സാറിന് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസ് ലാർജ് ആണെന്ന് പറയുമ്പോൾ, ഓ മീഡിയം മതിയല്ലേ, സോറി എന്നൊക്കെ പറഞ്ഞ് ആ ഡ്രസ്സ് അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ. പിന്നീട് അലീന വീണ്ടും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റാൻലി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കണം, അപ്പച്ചന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ബാലേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അലീന എല്ലാം സെലക്ട് ചെയ്ത് ബില്ലടിക്കാൻ കൊടുത്തിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എല്ലാം എടുത്ത് കഴിഞ്ഞോ എന്ന്. എല്ലാം എടുത്ത് കഴിഞ്ഞു, ബില്ലടിക്കാൻ കൊടുത്തതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിക്കൂലി, കുളത്തുപുഴയ്ക്ക് പോകാനുള്ള വണ്ടിക്കൂലിയെങ്കിലും ബാക്കി കാണുമെന്ന് നോക്കുമ്പോൾ അത് അച്ഛൻ തരണം എന്നാണ് കേട്ടോ അലീന പറയുന്നത്. അപ്പോൾ
ബാങ്കിൽ വല്ല ബാലൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് മിനിമം ബാലൻസ് ഉണ്ട് അച്ഛാന്നാട്ടോ പറയുന്നത്. അതെ, ബാലേന്ദ്രൻ എടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ തന്ന പൈസയും വല്ല ഓർഫനേജുകാരും കൊണ്ടുപോയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പറയുന്നത് മിനിമം ബാലൻസ് ഉണ്ട് എന്നിട്ട്. അപ്പം നിന്നെ എന്താ ചെയ്യുക, എന്താ പറയുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ബാലേന്ദ്രനാണെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ ബില്ലടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ആണെന്ന് തോന്നുന്നുണ്ട്. സ്റ്റാലിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാണ് കേട്ടോ സ്റ്റാലി. അങ്ങനെ അലീന അവിടെ ബില്ലിംഗ് സെക്ഷനിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്റ്റാലി ആണെങ്കിലും അവിടെ മാറി നിന്നിട്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നീട് എല്ലാം കഴിഞ്ഞ് ബാലേന്ദ്രനോട് കൈകൊണ്ട് എല്ലാം ഓക്കെ ആണെന്ന് കാണിച്ചിട്ട് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുകയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനും അപ്പോൾ സ്റ്റാലി അത് കാണിക്കുന്ന സമയത്ത് അവിടുന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. അലീനയോട് പോകാൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും അലീനയുടെ ഇതെല്ലാം ബില്ലടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇനി അങ്ങോട്ടാണ് പോകുന്നു വയ്ക്കുമ്പോൾ അത് പോകുന്ന വഴിയിൽ പറയാമെന്നാണ് കേട്ടോ അലീന ബാലേന്ദ്രനോട് പറയുന്നത്. പിന്നീട് അവർ പോകുന്നു നോക്കി സ്റ്റാലി അവിടെ നിൽക്കുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിലും നോക്കുന്ന സമയത്ത് വീണ്ടും സ്റ്റാലിനെ കാണുന്നില്ല കേട്ടോ. പിന്നീട് അവർ വീട്ടിലേക്ക് എന്തെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ ഇതിപ്പോൾ ഒരുപാടുണ്ടല്ലോ, നമ്മുടെ കടയിൽ നിന്ന് എടുത്താൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛ എന്നിങ്ങനെ വിളിക്കുമല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇതിപ്പോൾ അങ്ങനെ വേറെ കടക്കാർക്ക് കൊണ്ടുപോയി പൈസ കൊടുത്തല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ അലീന എന്നോട് ബാലേന്ദ്രൻ സംസാരിക്കുന്നത്. അവരെങ്കിലും വളരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പച്ചന് ഞാൻ നല്ലൊരു ചായ ഇട്ടുതരാമെന്ന് പറയുമ്പോൾ എനിക്ക് ചായ മാത്രമേ ഉള്ളൂ, എന്നാൽ പിന്നെ ചായ എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറാണ് കേട്ടോ. ഇതേ സമയം സ്റ്റാൻലി ഹോട്ടൽ റൂമിൽ എത്തിയിട്ട് അലീനയുടെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എടുത്ത ഫോട്ടോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ബബിതയുടെ റൂമിലേക്കാണ് അലീന ചെല്ലുന്നത്. അപ്പം അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പം എന്നാത്തിനാന്ന് ചോദിക്കുമ്പോൾ അത് അകത്തേക്ക് വന്നിട്ട് പറയാം എന്നാണ് ബബിത ഇങ്ങനെ ബബിതേനോട് അലീന പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചോദിച്ചാലും ആദ്യം നെഗറ്റീവേ പറയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അലീന അകത്തേക്ക് ചെന്നിട്ട് ആ കവർ അങ്ങ് നീട്ടുകയാണ് കേട്ടോ. അപ്പോൾ എന്താ അതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ വല്ലവരും അധ്വാനിച്ചുണ്ടാക്കുന്ന ഇതുകൊണ്ടുള്ളതൊന്നും വേണ്ടാന്നൊക്കെയാണ് ബബിത പറയുന്നത്. അപ്പോൾ ഞാൻ വല്ലവരും ആണോ, നീ ഇത് വാങ്ങിക്കടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് അത്രയും വലിയ വിലയൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ എനിക്ക് ഒട്ടും വേണ്ടാന്നാണ് കേട്ടോ ബബിത പറയുന്നത്. അപ്പോൾ നീ ഇത് കൊഞ്ചാതെ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അതങ്ങ് കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ ബബിത ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ അനിയത്തിമാർക്ക് വാങ്ങിച്ചു തരുന്നതാണ്. അപ്പോൾ നീ എനിക്ക് ഒരുപാട് വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനിങ്ങനെ കടം വീട്ടുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബബിത. അപ്പോൾ അതങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. ബബിത വാങ്ങിച്ചു കൊടുത്തത് വെട്ടി കൂട്ടിയിട്ടുള്ള അതിന് പകരമായിട്ടാണെന്ന് പറയുമ്പോൾ ഇതും അങ്ങനെ പകരമായിട്ട് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കവർന്നൊരു വേറൊരു കവറും കൂടെ എടുത്തിട്ട് അതിൽ നല്ലൊരു വാച്ചായിരുന്നേ. അപ്പോൾ അതെടുത്തിട്ട് അലീന അങ്ങനെ ബബിതേനോട് കൈ നീട്ടാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ കൈ നീട്ടി കൊടുക്കുന്നുണ്ട് ബബിത. ബബിതയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്. അലീന യാത്ര പറയാനായിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നതാണ് കേട്ടോ. അപ്പോൾ മനുവിനോട് പറയുന്നുണ്ട് ആദ്യം എനിക്ക് മാഡത്തിനോടാണ് യാത്ര പറയേണ്ടതെന്ന്, അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരോടും എന്ന് പറയുമ്പോൾ എന്നോടൊന്നും ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ ഭയങ്കര വിഷമമാണ് മനുവിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്.